Hi, hello, നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 20,000 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് സ്മാർട്ട് ഫോൺസ് ഏതൊക്കെയാണെന്നുള്ളതിനെ പറ്റിയാണ്. അപ്പോൾ ഇതുകൊണ്ടുള്ള വീഡിയോസ് ഞാൻ ഇതിനു മുമ്പും ചെയ്തിട്ട് അതിനൊക്കെ എനിക്ക് നല്ല കിട്ടില്ല സപ്പോർട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ആ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഒരു വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്നതിൽ എല്ലാത്തിലും 5G ഉണ്ട്. അതേപോലെ തന്നെ എല്ലാ ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺസും നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിനോട് താല്പര്യം കാണും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാ ബ്രാൻഡിൻ്റെ സ്മാർട്ട് ഫോൺസും ഇതിനകത്തിൽ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്മാർട്ട് ഫോണിലേക്ക് വരാം. ആദ്യത്തെ സ്മാർട്ട് ഫോൺ റെഡ്മിയുടെയാണ്. റെഡ്മി നോട്ട് 11 Pro Plus 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 ആണ് വരുന്നത്. 128 GB ആണ് സ്റ്റോറേജ്, റാമും വരുന്നത്. പിന്നെ ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 108 MP ഒരു പ്രൈമറി ക്യാമറയും 8 MP പ്ലസ് 2 MP സെക്കൻഡറി ക്യാമറാസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് 16 MP ഒരു ക്യാമറയാണ് വരുന്നത്. ബാറ്ററി 5000 mAh ബാറ്ററിയാണ്. 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. സ്മാർട്ട് ഫോണിൻ്റെ വില വരുന്നത് 19,999 രൂപയാണ്. അപ്പം നമ്മൾ ഈ പറയാൻ പോകുന്ന മിക്കാറുള്ള സ്മാർട്ട് ഫോൺസിൻ്റെ എല്ലാം പ്രോസസ്സർ സ്നാപ്ഡ്രാഗൺ 695 ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ഡിവൈസിലേക്ക് വരാം. അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് റിയൽമിയുടെയാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കൂട്ടത്തിൽ ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് സ്മാർട്ട് ഫോണാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റിയൽമിയുടെ ഈ ഒരു ഡിവൈസ് കൺസിഡർ ചെയ്യാം. നമുക്കതിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാം. അപ്പോൾ ഈ ഒരു ഡിവൈസിൻ്റെ പേര് റിയൽമി 9 5G SE എന്നാണ്. അപ്പോൾ ഇതിൽ 6.6 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 144 Hz റിഫ്രഷ് റേറ്റ് വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 778G ചിപ്സെറ്റ് ആണ് വരുന്നത്. 6GB 128 GB ആണ് റാം സ്റ്റോറേജ്. അതേപോലെ തന്നെ ഇതിൻ്റെ പ്രൈമറി ക്യാമറ 48+2+2 ആണ്. ബാക്ക് ക്യാമറ എന്ന് പറയുന്നത് 16 MP ആണ്. പിന്നെ 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ഒരു 30 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ഉണ്ട്. ഈ ഡിവൈസിന് 19,999 രൂപയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ഡിവൈസ് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഡിവൈസാണ്. പക്ഷേ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്പ്ലേ നിങ്ങൾക്ക് AMOLED ഡിസ്പ്ലേ കിട്ടുന്നില്ല. അപ്പോൾ AMOLED ഡിസ്പ്ലേ കിട്ടുന്ന സമയത്ത് എന്തായാലും നിങ്ങൾക്ക് പെർഫോമൻസ് കുറച്ചൊന്ന് കുറയും. കാരണം എന്ന് പറഞ്ഞാൽ 5G കിട്ടണമല്ലോ. അതുകൊണ്ടാണ് ആ ഒരു സെറ്റപ്പ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൺസിഡർ ചെയ്യാവുന്ന ഡിവൈസാണ്. പിന്നെ ക്യാമറ, ഇതിനകത്തിൽ നിങ്ങൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഗെയിമിംഗ് ആണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ മാത്രം നോക്കുക. അല്ലാതെ ക്യാമറ വേണം, ഡിസ്പ്ലേ വേണം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഡിവൈസ് നിങ്ങൾ നോക്കണ്ട. നമുക്ക് വേറെ ഡിവൈസസ് ഉണ്ട്, അത് നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത ഡിവൈസ് എന്ന് പറയുന്നത് വിവോയുടെ ഒരു ഡിവൈസാണ്. അപ്പോൾ വിവോ ഒക്കെ ആരെങ്കിലുമൊക്കെ മേടിക്കുമോ എന്നൊക്കെ പലരും എന്നോട് ചോദിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവോയ്ക്കൊക്കെ ഒരുപാട് ഫാൻ ബേസ് ഉണ്ട് ഗൈസ്. വിവോ ഒക്കെ മേടിക്കുന്ന വിവോയുടെ മാത്രം സ്മാർട്ട് ഫോൺസ് മേടിക്കുന്ന ആൾക്കാർ എനിക്കറിയാം. ചോദിക്കുന്നത് തന്നെ എങ്ങനെയാണ്, 20,000 രൂപയ്ക്കുള്ള വിവോയുടെ ഏതെങ്കിലും സ്മാർട്ട് ഫോൺ ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് വിവോ T1 5G എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ 6.58 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ വരുന്നുണ്ട്. ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 തന്നെയാണ്. ഇവിടെ 4GB 128 GB ആണ് റാം സ്റ്റോറേജ് വരുന്നത്. പ്രൈമറി ക്യാമറ 50+2+2 ആണ്. ഫ്രണ്ട് ക്യാമറ വരുന്നത് 16 MP ആണ്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് ആണ്. ആൻഡ് ഇതിൻ്റെ പ്രൈസിങ് 14,500 രൂപയാണ്. അപ്പം നമ്മുടെ ഈ ഒരു ലിസ്റ്റിലെ ഏറ്റവും വില കുറഞ്ഞ സ്മാർട്ട് ഫോൺസിൽ ഒന്നാണ് ഈ വിവോ T1 5G എന്ന് പറയുന്നത്. നമ്മുടെ ഐക്യൂൻ്റെ ഒരു ഡിവൈസും കൂടി ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് കിട്ടും. അത് ഐക്യൂൻ്റെ Z6 5G എന്ന് പറയുന്നൊരു ഡിവൈസാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസിങ് ഏകദേശം ഒരു 15,000 രൂപയാണ് വരുന്നത്. അപ്പോൾ ഐക്യൂ Z6 5Gയിൽ നമുക്ക് 6.5 ഇഞ്ചിൻ്റെ IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 ആണ്. റാം വരുന്നത് 4GB ആണ്. സ്റ്റോറേജ് 128 GB ആണ്. 50 MP പ്ലസ് 2+2 ആണ്. ഇത് ബാക്ക് ക്യാമറ വരുന്നത് 60 MP ഫ്രണ്ട് ക്യാമറ. 5000 mAh ബാറ്ററി, 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട്, 15,000 രൂപ. അപ്പോൾ എക്സാക്ട്ലി വിവോ T1ൻ്റെ ഒരു സ്പെസിഫിക്കേഷൻസ് ഒക്കെ തന്നെയാണ് നമുക്ക് ഈ ഐക്യൂ Z6 5Gയിലും കിട്ടുന്നത്. ഇനി ഐക്യൂനെ പറ്റി പറഞ്ഞ സമയത്ത് ഐക്യൂൻ്റെ ഒരുപാട് ഡിവൈസസ് നിങ്ങൾക്ക് 15,000 to 20,000 രൂപ സെഗ്മെൻറ്റിൽ കാണാൻ പറ്റും. ഐക്യൂ Z6 തന്നെ 5G Pro, പിന്നെ ലൈറ്റ്, പിന്നെ 44 വാട്ട്, അങ്ങനെ കുറേ വേരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടും. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. ഐക്യൂൻ്റെ അത്യാവശ്യം നല്ല ഡിവൈസസ് ഒക്കെ വരുന്നുണ്ട്. ഇനി അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെയാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാംസങ് ആരാധകർക്ക് വേണ്ടി മാത്രമുള്ള ഡിവൈസാണ്. വേറെ ആരും ഈ ഒരു ഡിവൈസ് എടുക്കണ്ട. സാംസങ് M33 5G ആണ് ഈ ഒരു ഡിവൈസിൻ്റെ പേര്. ഇപ്പോൾ ഇതിൽ നമുക്ക് 6.6 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ TFT ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഡിസ്പ്ലേ ആണ്. Exynos 1280 ആണ് വരുന്നത്.
6GB 128GB ആണ് റാം സ്റ്റോറേജ് വരുന്നത്. ബാക്ക് ക്യാമറ 50+, 5+2+2 ആണ്. ഫ്രണ്ട് ക്യാമറ 8 മെഗാ പിക്സൽ മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. 6000 mAh ബാറ്ററി വരുന്നുണ്ട്. 25 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ഉള്ളൂ. അതേപോലെ ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18,999 രൂപയാണ്. ഇനി അടുത്തൊരു ഡിവൈസ് എന്ന് പറയുന്നത് പോക്കോയുടെയാണ്. പോക്കോ X4 Pro. നമുക്ക് എല്ലാവർക്കും അറിയാം പോക്കോ ഒരു ഇഷ്യൂ ഒക്കെ വന്നിട്ട് ഒരുപാട് സ്മാർട്ട് ഫോൺസിൻ്റെ വില കുറച്ചിട്ടുണ്ട്. അപ്പം അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടുന്ന ഡിവൈസാണ്. ഇപ്പോൾ പോക്കോയുടെ ഒരു പ്രതാപകാലത്താണ് ഈ ഒരു ഡിവൈസ് ഇറങ്ങിയിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഈ ഒരു ഡിവൈസിന് 20,000 രൂപയ്ക്ക് മുകളിൽ പ്രൈസ് ഇട്ടേനെ. കാരണം ഈ ഇഷ്യൂ വന്ന ഒരു എക്സ് സീരീസിൻ്റെ ആ ഒരു ഇഷ്യൂ വന്ന ശേഷമാണ് പോക്കോ കുറച്ചും കൂടി പ്രൈസിങ് ഒന്ന് പിടിച്ചിടാൻ തുടങ്ങിയത്. അപ്പോൾ പോക്കോ X4 Proയിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ 6.67 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 ആണ് ഇതിലും വരുന്നത്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് റാം 6GB സ്റ്റോറേജ് നമുക്ക് 64GB മാത്രമേ വരുന്നുള്ളൂ. ആൻഡ് ബാക്ക് ക്യാമറയിലേക്ക് വരുന്ന സമയത്ത് 64+, 8+2 വരുന്നുണ്ട്. ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ വരുന്നുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. ആൻഡ് 67 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് നമുക്കിവിടെ സപ്പോർട്ട് വരുന്നുണ്ട്. പ്രൈസിങ് വരുന്ന സമയത്ത് 17,990 രൂപയാണ് പ്രൈസിങ് വരുന്നത്. ഇനി നമ്മുടെ ലിസ്റ്റിലുള്ള ഏറ്റവും ലാസ്റ്റ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് മോട്ടോയുടെ ഒരു സ്മാർട്ട് ഫോണാണ്. അപ്പോൾ മോട്ടോയുടെ സ്മാർട്ട് ഫോൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇതിൽ മറ്റേ സംഭവങ്ങളൊന്നുമില്ല, ഈ അഡ്വർടൈസ്മെൻറ്റ്സും കാര്യങ്ങളൊന്നും കാണത്തില്ല. നല്ല പ്യുവർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആയിരിക്കും. നിങ്ങളൊരു നോർമൽ യൂസറാണ്, നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് പരിപാടികൾ മാത്രമേ ഫോൺ ഉപയോഗിച്ച് ചെയ്യാനുള്ളൂ എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ല പ്യുവർ എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസാണ് ഈ മോട്ടോ ഡിവൈസസ്. ആ കൂട്ടത്തിലുള്ള മോട്ടോ G82 5G എന്ന് പറയുന്ന ഒരു സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ 20,000 നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലേക്ക് വരുന്ന സമയത്ത് 6.6 ഇഞ്ചിൻ്റെ POLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇതിൽ 120 Hz റിഫ്രഷ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ്. സ്നാപ്ഡ്രാഗൺ 695 ആണ്. 6GB 128GB ആണ് സ്റ്റോറേജ് വരുന്നത്. 50+, 8+2 ആണ് ബാക്ക് ക്യാമറ. 16 മെഗാ പിക്സൽ ആണ് ഫ്രണ്ട് ക്യാമറ. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 30 വാട്ടിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടുണ്ട്. 19,999 രൂപയാണ് ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസിങ് വെച്ച് നോക്കുന്ന സമയത്ത് ഏകദേശം എല്ലാം ഒരേ പ്രൈസിങ് ഒക്കെ തന്നെയാണ് ഞാൻ പറഞ്ഞതിൽ. വിവോ ഐക്കും ഏകദേശം ഒരേ സ്പെസിഫിക്കേഷൻസ് ആണ്, പേര് മാറ്റി ഇറക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൈസിങ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിവൈസ് വേണോ അല്ലെങ്കിൽ നിങ്ങളുടെ യൂസ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് ഡിവൈസ് വേണോ പർച്ചേസ് ചെയ്യാം. എനിക്കൊന്നും ഏകദേശം ഒരു ഡിവൈസിന് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഞാൻ പറഞ്ഞതിൽ ഈ പ്രൊസസ്സർ വ്യത്യാസമുള്ളത്. ബാക്കിയൊക്കെ ഏകദേശം ഒരു സിമിലർ പെർഫോമൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ ആ ബ്രാൻഡിൻ്റെ ഒരു വാല്യൂ ഉണ്ടല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ ഈ പറഞ്ഞ പ്രൈസിങ്ങൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ ഈ കൊമേഴ്സ് പ്ലാറ്റ്ഫോംസിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൈസൊക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ ലിങ്ക് വെച്ച് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എക്സാക്റ്റ് പ്രൈസിങ് അറിയാനും പറ്റും. അപ്പം ഈ ഒരു വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.